ആ വണ്ടി വന്ന് മക്കളെ, വണ്ടി വന്ന്. ഇന്നത്തെ പരിപാടി ഇതാ ഇതിൽ കയറി പോകുന്ന ഇന്നത്തെ പരിപാടി അവിടെ മുകളിലല്ലേ, മുമ്പിൽ ഇരിക്കാനാവില്ലല്ലോ. ആ എന്നാ അഡ്ജസ്റ്റ് ചെയ്തിരിക്ക. ആ ഓക്കെ. ഹലോ ഗായ്സ്, ഇന്ന് നേരെ പോണ ഒരു വണ്ടി എടുക്കാനാ. ബൈക്ക്, അതായത് ഹീറോ ഹോണ്ട ഗ്ലാമർ. ഹീറോ ഹോണ്ടന്റെ തന്നെയാണ്. ആ വണ്ടി എടുത്തോണ്ട് വരാം. കുറെ കാലമായി അടുത്ത് നിർത്തിയിട്ടതാ. അത് എടുത്തോണ്ട് വരിക. പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ടി എടുത്തോണ്ട് വരാം. ജോഡി ആയിട്ടാണല്ലോ. പഠനം എടുക്കാൻ നമ്മൾ പോണത് നേരെ മടവൂരിക്കാണ് പോണത്. മടവൂരാണ് വണ്ടി. പോത്തെങ്ങോട്ടാണ് വെക്കുന്നത് അങ്ങോട്ട് നമ്മള് പോകേണ്ടി. വലിയ പെരുന്നാളിന് നടക്കാനുള്ള പോത്താണ്. അത് എരുമാണ്. മക്കാവിനുള്ളിൽ കൊള്ളണ്ടേ? ഇതല്ല ഗേറ്റ്, മറ്റേതാ മെയിൻ ഗേറ്റ്. ഇതാണ് മെയിൻ ഗേറ്റ്. 1, 2 ഇരട്ട വെച്ചേക്കാം. വൈത്തിരി പറയുന്ന മാതിരി ഓൾഡ് ഗേറ്റ് അറിയാം. ഇവിടെ ഒരു ഗേറ്റ് അപ്പുറത്തുണ്ട്. 2 ഗേറ്റ്. അപ്പൊ എല്ലാവരും വന്നോളി. CM മക്കാമിലേക്ക് വന്നോളി. നേർച്ചുണ്ടാവും, അന്ന് ഫുഡുണ്ടാവും. നമുക്ക് തിരിച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു കൊല്ലായിട്ടാണല്ലേ? നീ ഹിമാലയനാക്കുന്ന പറഞ്ഞേ. ഹിമാലയൻ മണാലിയൊക്കെ പോയിക്കാണ് തീമല്. അങ്ങനെ ബൈക്ക് നമ്മൾ വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ പോലെ എല്ലാം കൂടി തട്ടിത്തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു. കൊണ്ടുപോകാൻ വരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതായാലും ആ വണ്ടി എടുത്ത് നമ്മൾ പിക്കപ്പ് കയറ്റി. എന്താ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ വണ്ടി ഒന്ന് വീഴുകയെ അങ്ങനെ ചെയ്ത് ഫോർക്ക് ബെൻഡാകുകയും ചെയ്ത്, പിന്നെ വണ്ടി സ്റ്റാർട്ടാകാതാകുകയും ചെയ്ത്. അതിലങ്ങനെ നിന്നു പോയതാണെന്നാണ് പറഞ്ഞത്. ഒരു കൊല്ലം പോലെ വണ്ടി അവിടെ കിടന്ന് നമ്മൾ പോയിട്ട് വണ്ടി ആദ്യം സ്റ്റാർട്ടാക്കി നോക്കണം. 99% ആൾക്കാർ ഇത് സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നത്. വെറും 5.9 എന്തായാലും കണക്ക്. എന്തായാലും 5% ആൾക്കാർ ചെയ്തോലുള്ളൂ. എന്തെന്നാ നടക്കുക, ഓരോരോ കാര്യം പറയണ്ടേ. കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോൾക്ക്. എന്താ ആൾക്കാരാണ്. ഒരു ചന്തി തന്നെയല്ലേ പറയാ. ഒരു ചന്തി സൈഡിലും വെക്കാം, ഒരു ചന്തി ഇവിടെയും വെക്കാം. വണ്ടി കൊല്ലുമ്പോ നിങ്ങള് കൊയ്യില് പോകും. ഇല്ല, ഒരു ചന്തി ഇവിടെ, ഒരു ചന്തി ഇവിടെ. ഓക്കെ. വണ്ടി ഇതാ പറ്റുന്ന വിറ്റത്തുനിന്ന് ഇവിടെ നമ്മളത് സ്റ്റാർട്ടാക്കി സെറ്റാക്കണം. വണ്ടി അത് വരണം. ഇറക്കാണ്. ഇത് ഏത് സാധനം ഇനി തിന്നത്? മാങ്ങ ഇടിച്ചതോ? ഓ വല്ലാതെ മതി. അത് ഇറക്കാ തീരുമാനമായോ? എന്തൊരു കൈ ഇവിടെ കാണുന്നത്. വണ്ടി ഇറക്കി വെച്ച് പിറ്റേ ദിവസമാട്ടോ ഞങ്ങൾ സ്റ്റാർട്ടാക്കി തുടങ്ങി. നമ്മുടെ വണ്ടിന്റെ കോലതാട്ടോ. ഇത് നന്നാക്കാനെന്നും പറഞ്ഞ് മൊത്തം പാർട്സ് ഊരി വെച്ചാണ്. ഇനി സ്റ്റാർട്ടാക്കി വെക്കുന്ന പരിപാടിയാണ്. ഓയിലും പെട്രോളൊക്കെ അതാ ഒഴിച്ച് റെഡിയാക്കുകയാണ്. നമ്മളതിൻ്റെ പാർട്സൊക്കെ അതാ ഇവിടെ ഇടമൊക്കെ വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ പാർട്സ് നോക്കാൻ പോവാണ്. ആദ്യമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതാ നമ്മളെല്ലാ പാർട്സും, ഗ്ലാമറിൻ്റെ എല്ലാ പാർട്സും ഉണ്ടാകും.
സീറ്റ് അടക്കോല് പൊക്കിക്കൊണ്ടാണ്. സ്റ്റാർട്ടാവോ നോക്കാം. ആകാംക്ഷയോടുകൂടെ ഇതാ സ്റ്റാർട്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടെ ഇതാ സ്റ്റാർട്ടാക്കി നോക്കുന്നു. ആക്സിലേറ്റർ ഉരുണ്ടുന്നു, പക്ഷേ മുന്നിൽ ലൈറ്റ് കത്തുന്നില്ല, ഒന്നും ഒരു എക്സ്പ്രഷനും വരുന്നില്ല. വണ്ടി റെഡിയാകുമോ എന്ന ആകാംക്ഷയിൽ ഇതാ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു ഇതിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുന്നു. മഴയും പെയ്യുന്നുണ്ട്. വണ്ടി കുറേ കാലത്തിന് ശേഷം വണ്ടി ആട്ടാക്കി, ഓലൊക്കെ മാറ്റി. സംഭവം സിമ്പിള്. എഞ്ചിൻ എന്തോ നയിക്കുന്നതെന്ന് അവൻ പറഞ്ഞു. എഞ്ചിൻ നയിക്കുന്നതെന്ന് തോന്നുന്നില്ലേ? ഓ ഓക്കെ ഓഫായി, സെറ്റ്. ഇങ്ങനെ വണ്ടിയെല്ലാം കൂടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞതിന് ശേഷം വണ്ടി ഒന്ന് ട്രയലിന് എടുക്കാൻ നോക്കുമ്പോൾ നല്ല മഴ, അടിപൊളി മഴ. അങ്ങനെ പിന്നെ ആ മഴ അങ്ങോട്ട് എൻജോയ് ചെയ്ത് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കി. നേരെ അങ്ങാടിയിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി. ശരി, പെട്രോൾ ടാങ്ക് ഇല്ല കേട്ടോ. പെട്രോൾ ടാങ്ക് പ്രശ്നമാണ്, അത് ഫുള്ള് തുരുമ്പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കുപ്പിയിൽ കുറച്ച് പെട്രോളാക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ നേരെ മഴത്ത് ഇറങ്ങി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം കിട്ടിയ മഴ അല്ലേ, കാത്തിരുന്ന് കിട്ടിയ മഴ. അതങ്ങോട്ട് എൻജോയ് ചെയ്ത്. പിന്നെ പനി പിടിക്കും എന്നൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും എന്നൊക്കെ പറയുന്നുണ്ട്. വേഗം കയറിപ്പോയടാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളുണ്ടോ കയറുന്നത്? ഇനിയിപ്പോൾ പനി പിടിച്ചില്ലെങ്കിൽ, കിടന്നു പോയില്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ഗുഡ് ബൈ.